എൻ്റെ പൊന്നു, ഒന്നും പറയാനില്ല. ഇന്ന് ഫസ്റ്റ് ഷോ ആടുജീവിതം. ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു ആടുജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കാണാനിടയായി. ഇതിലെ 5 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു റിവ്യൂവിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒന്നാമതായിട്ട് പറയാനുള്ള വിഷ്വൽ മാജിക്കാണ്. ബ്ലെസ്സി എന്ന സംവിധായകൻ ഏകദേശം 16 വർഷക്കാലമായിട്ട് ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് പുറകെ നടന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു വിഷ്വൽസ്, ഇവരുടെ ആ ഒരു എഫേർട്ട്, ആ ഫിലിമിൻ്റെ കംപ്ലീറ്റ് ഏരിയയിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇതിനൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഓരോ ലൊക്കേഷനും അല്ലെങ്കിൽ ഓരോ സീക്വൻസുകളും ഓരോ സീനുകളും അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് തരാനായിട്ട് കറക്റ്റ് കൊടുത്തിരിക്കുന്ന മ്യൂസിക്. ചെയ്തുകൊണ്ട് തുടങ്ങിയിട്ടുള്ള വേൾഡ് നമ്പർ 1 ക്ലാസിക് ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒരു രക്ഷയില്ല. പിന്നെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ആ ഒരു വിഷ്വൽ മാജിക്കിന് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്ന വ്യക്തികൾ ഇതിലുള്ള എല്ലാ പോർഷൻസും, അതായത് വളരെ റിസ്കി എടുത്ത് പൃഥ്വിരാജ് തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ചില ഷോട്ടുകളൊക്കെ എടുക്കാനായിട്ട് ഏകദേശം 4-5 ദിവസമൊക്കെയാണ് അവർ വെയിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഷോട്ടുകളൊക്കെ ആ സിനിമയിൽ ഒരു 2-3 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഷോട്ടുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ആനിമൽസ് ആയിക്കോട്ടെ, അതിലുള്ള നാച്ചുറൽ വരുന്ന പല സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ കാണുന്ന പ്രേക്ഷകർക്ക് കറക്റ്റ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന രീതിയിൽ ആ വിഷ്വൽസ് ഒരുപാട് ഈ പടത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ കോസ്റ്റ്യൂംസ്, ഇതിൽ ഒരുപക്ഷെ മലയാള സിനിമയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ്. ഇതിൽ ഏകദേശം ഒരു മോസ്റ്റ് പെർസെൻറ്റേജ് എൻ്റെ കോസ്റ്റ്യൂമേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്നത് ഉള്ള അറിവ് വെച്ചിട്ട് മോസ്റ്റ് പെർസെൻറ്റേജ് ഇതിൽ റിയൽ ആയിട്ടുള്ള ചളി, റിയൽ ആയിട്ടുള്ള കറകൾ, റിയൽ ആയിട്ടുള്ള പൊടി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാം ഒരിക്കലും കളർ ആഡ് ചെയ്യുമോ അങ്ങനെയൊന്നും അല്ലാണ്ടാണ് ഇതിലെ കോസ്റ്റ്യൂംസ് ചെയ്തിരിക്കുന്നതാണ്. ഓരോ പാർട്ടിൽ, അത് ഈ പടം മുന്നോട്ട് പോകുമ്പം അതിൻ്റെ സീനുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളതിൻ്റെ കഥ പറയുന്നത് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഇതിൽ ഓരോ പാർട്ടുകളിൽ നിന്ന്, ഓരോ സീക്വൻസിൽ നിന്ന്, ഇതിൻ്റെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പൃഥ്വിരാജിൽ വരുന്ന മാറ്റങ്ങൾ, എൻ്റെ പൊന്നു രാജേട്ടാ, നമിച്ചു. ഇങ്ങനെയൊന്നും പടം ചെയ്യരുത് സത്യം പറഞ്ഞാൽ. കാരണം ഒരു സ്വന്തം ബോഡി പോലും നോക്കാണ്ട് ഒരു സിനിമയ്ക്കുള്ള ഡെഡിക്കേഷൻ കാരണം ഇത്രയും നാൾ അങ്ങനെ ഉണ്ടായിരുന്നൊരു വ്യക്തി സിനിമയുടെ തുടക്കത്തിൽ പൃഥ്വിരാജിനെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സിനിമയുടെ തുടക്കത്തിൽ കാണുന്ന നജീബ് എന്ന് പറയുന്ന വ്യക്തി മലയാളം സിനിമയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും തടിച്ചൊരു പൃഥ്വിരാജിനെയും അതേപോലെ തന്നെ ഇനി അങ്ങോട്ട് മെലിയാനില്ലാത്ത ഒരു പൃഥ്വിരാജിനെയും കാണുന്നത്. സ്കെൽട്ടനായിട്ടുള്ള പൃഥ്വിരാജ്, അതിൻ്റെയൊക്കെ ആ ഒരു ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു അവസാനത്തെ കുറച്ച് മിനിറ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഗൂസ് ബംസ് ആണ്. കാരണം ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആവുമെങ്കിലും നമുക്കെന്താ വെച്ചാൽ അത് ഒന്നും പറയാൻ പറ്റുന്നില്ല. അതാണ് ഇതിലുള്ള ഓരോ ആക്ടേഴ്സും. ഇതിൽ പൃഥ്വിരാജിനെ മാത്രമല്ല പറയുന്നത്, പൃഥ്വിരാജിൻ്റെ കൂടെയുള്ള ഒരു നൈബറായിട്ടുള്ള ഒരാളായിട്ട് ഒരു വളരെ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ മറ്റു അവരെ സഹായിക്കുന്ന വ്യക്തികൾ, ആടുജീവിതം എന്നുള്ള കഥ വായിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇതിലുള്ള ഓരോ വ്യക്തികളും. ഈവൻ അതിലെ അവരെ പിടിച്ചുകൊണ്ട് പോകുന്ന ആ അറബിയുടെ ക്യാരക്ടർ ചെയ്ത ആളുകളാണെങ്കിൽ പോലും ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് കംപ്ലീറ്റ്ലി 100% തന്നെ പറയാം. പിന്നെ ഒരു നെഗറ്റീവ് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം ഒരു 3 മണിക്കൂർ. ഈ 3 മണിക്കൂർ ഈ പടം എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, നെഗറ്റീവായിട്ട് ഒരിക്കലും പറയില്ല. അതിൻ്റെ പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ള നജീബ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി, അദ്ദേഹം അവിടെ ഇന്ന സ്ഥലത്ത് എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ആ ഒരു യാതനകൾ, അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ആ ഒരു സമയത്തെ സിറ്റുവേഷൻസ് നമുക്ക് ഓരോ പ്രേക്ഷകർക്കും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ഇത് വന്നത്. പക്ഷെ ആ ലെങ്ത് നമുക്ക് മനസ്സിലാവുകയില്ല. 3 മണിക്കൂർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില സീനുകളൊക്കെ കാണുമ്പോൾ കണ്ണിന്ന് വെള്ളം പൊടിയും. ആ രീതിയിലാണ് ചെയ്തത്. എന്തായാലും ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ബ്ലെസ്സി, അതേപോലെ തന്നെ ഇതിലെ മെയിൻ ക്യാരക്ടർ റോൾ ചെയ്തിട്ടുള്ള രാജുവേട്ടൻ, ബാക്കി ഓരോരുത്തരും എടുത്തു പറയുകയാണെങ്കിൽ ഓരോരുത്തരെയും പറയുന്നുണ്ട്. എല്ലാവരേക്കും, എല്ലാ മലയാളി പ്രേക്ഷകരും ഒരുപാട് താങ്ക്സ്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു സിനിമ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് സമ്മാനിച്ചിട്ടുള്ള ഓരോ പ്രവർത്തകർക്കും ഒരുപാട്